ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പറ ചോറുണ്ണാം. വെറുതെ പറയല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ്. പക്ഷെ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെ കൂടെ പോകുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ആ സവാളയൊന്ന് വാടാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ചേർത്തത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ പാകമാക്കിയിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി കറി റെഡിയായി.